എന്ന ചുണ്ടുകൾ കൊണ്ട്, ലഹരി ആസ്വദിക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ഹൗലുൽ കൗസറിൽ നിന്ന് തേൻ നുകരാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഹറാമ് കാണുന്ന കണ്ണുകൾ കൊണ്ട്, ഹറാമ് കാണുന്ന അശ്ലീലതകൾ കാണുന്ന കണ്ണുകൾ കൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ അതങ്ങ് ആസ്വദിച്ചു കളയാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക സഹോദരന്മാരെ. എന്തുണ്ട് കൈകളിൽ? എത്ര നമസ്കാരങ്ങളുണ്ട്, എത്ര നോമ്പുകളുണ്ട്, എത്ര പ്രവർത്തനങ്ങളുണ്ട്. ഇന്നു ഞാൻ മരിച്ചാൽ എന്തുണ്ട് എന്റെ കൈകളിലെന്ന ആത്മാർത്ഥമായ ചോദ്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചരിത്രം ഒരുപാട് കേട്ടവരാണ് നമ്മൾ. ഇസ്ലാമിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനായ സഹാബി വര്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകെ നടന്നു. എപ്പോഴും രാത്രിയെ 3 ഭാഗമാക്കി തിരിച്ചു. ആദ്യത്തെ പകുതിയിൽ ഇടന്നുറങ്ങും, പിന്നീട് അന്ന് പഠിച്ച ഖുർആനിന്റെ ആയത്തുകളും റസൂലിന്റെ ഹദീസുകളും മനഃപ്പാഠമാക്കും. അടുത്ത ഭാഗം എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കും. മഹാനായ സ്വഹാബി മരണാസന്നമായി കിടക്കുമ്പോൾ ചെറിയ കുഞ്ഞിനെ പോലെ കരയുകയാണ്. ദുനിയാവിന്റെ വിഷയത്തിലല്ല കരച്ചിൽ, എന്റെ മരണത്തിന് ശേഷം എന്റെ മക്കളുടെ അവസ്ഥ എന്ത്, അതിനു വേണ്ടിയിട്ടല്ല കരച്ചിൽ. എന്റെ സ്വത്ത് എങ്ങനെ വീതിക്കും, അതല്ല അദ്ദേഹത്തിന്റെ സങ്കടം. മഹാനായ സ്വഹാബി പറയുന്നത്, അസ്സഫറു തവീൽ, ഒരുപാട് യാത്രയുണ്ട് എനിക്ക്. ഖബറും കടന്ന്, മഹ്ശറും കടന്ന്, വിചാരണക്ക് നിൽക്കുന്ന ദിവസവും കടന്ന്, സ്വർഗനരകത്തിലേക്ക് ആളുകളെ വേർതിരിക്കുന്ന ഒരു ദിവസത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. വസ്സാദു ഖലീൽ, പക്ഷേ കൈകളിൽ പാതയങ്ങളില്ല, എന്റെ കൈകളിൽ അമലുകളില്ല. ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ച മഹാനായ പണ്ഡിതന്റെ അവസാനത്തെ വാക്കുകളാണ്, കൈകളിൽ ഒന്നുമില്ല റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ. അല്ലയോ അബൂ ഹുറൈറ, 60 വർഷം 50 വർഷം എന്റെ വായു ശ്വസിച്ച്, എന്റെ വെള്ളം കുടിച്ച്, എന്റെ അനുഗ്രഹങ്ങളെല്ലാം നുകർന്നു ജീവിച്ചിട്ട് പകരമെന്തു നൽകിയടോ എന്നെന്റെ റബ്ബ് ചോദിച്ചാൽ എന്റെ കൈകളിലൊന്നുമില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തെ കരയിപ്പിച്ചതെങ്കിൽ ചിന്തിക്കുക സഹോദരന്മാരെ. എന്തുണ്ട് കൈകളിൽ, എന്തുണ്ട് കൈകളിൽ? ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുഴുക്കുത്തരിക്കുന്ന നിമിഷങ്ങളല്ലാതെ, ആലോകരോട് പറയാൻ കഴിയാത്ത ആയിരക്കണക്കിന് കഥകളല്ലാതെ, അശ്ലീലതകളും തോന്നിവാസങ്ങളുമല്ലാതെ എന്തുണ്ട് നമ്മുടെ കൈകളിൽ? രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ തുടങ്ങുവാൻ സാധിക്കണം. രാത്രി എഴുന്നേറ്റുകൊണ്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. സദഖകളുണ്ടോ നമ്മുടെ കൈകളിൽ? പാവങ്ങളെ സഹായിച്ച കണക്കുകളുണ്ടോ? ഒന്നുമില്ല എങ്കിൽ ഒരു പുതിയ ജീവിതം ഇവിടെ നമ്മൾ കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മാറുവാൻ സമയമുണ്ട്. പലരും പുച്ഛിച്ചവരാണ്, പലരും കളിയാക്കിയവരാണ്, പല ആളുകളും കടന്നു വന്നു. പക്ഷേ പരിഹാസത്തോടുകൂടി പോയി തിരിച്ചുപോയി. എന്നാൽ നരകത്തിന്റെ വക്കിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ അവകാശികൾ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അന്ന് കേട്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നുവെങ്കിൽ, ബുദ്ധി കൊടുത്തൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഇന്നിതാ കത്തിയാളുന്ന നരകം ഉഗ്രകോപം നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ കറുകറുത്ത നരകത്തിൽ പതിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടില്ലായിരുന്നു എന്ന് നരകത്തിന്റെ അവകാശികൾ പറയും.